മോർണിംഗ്. അപ്പോൾ നമ്മളുള്ളത് സേലത്താണിപ്പം. സേലത്തുനിന്ന് കോയമ്പത്തൂരിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നമുക്കൊന്ന് ഏർക്കാടൊക്കെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. ഏർക്കാട് ഹിൽ സ്റ്റേഷന് ഞാൻ കുറച്ച് കൊല്ലം മുമ്പ് വന്നതാണ്, 2016 വന്നതാണ്. നല്ല കോടമഞ്ഞ് കേട്ടോ, രാവിലെ തന്നെ അടിപൊളി കോടമഞ്ഞ്. ഏർക്കാട് കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് റിട്ടേൺ കോയമ്പത്തൂർ പോവും. രാജേഷിനെ ഒന്ന് അവിടെ നിന്ന് ട്രെയിൻ കയറ്റി വിടണം. എന്നിട്ട് നോക്കട്ടെ, എൻ്റെ പ്ലാനുകളൊന്നും ആയില്ല. നമുക്ക് ധനുഷ്കോടി ഭാഗത്തേക്കൊക്കെ പോയാണ്ട് ഇനി അങ്ങോട്ടൊക്കെ നീങ്ങണം. ഇവിടെയുള്ള അത്യാവശ്യം നല്ല കോടമഞ്ഞാണ് കേട്ടോ, ഫുള്ള്. രാവിലെ തന്നെ നല്ല കോടയുണ്ട്. സേലം എത്തുന്നേ ഉള്ളൂ. സേലത്തിനൊരു 20 കിലോമീറ്റർ ഇപ്പുറത്താണ്. നമ്മൾ ജസ്റ്റ് ഒരു ടോൾ വെട്ടിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് കയറിയതാ. അടിപൊളി അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ഏർക്കാട് നമ്മളൊരു വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം ഏർക്കാട് നിന്ന് വിടാനാട്ടോ പരിപാടി. താടി മീശയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കോലെല്ലാം മാറി. പിന്നെ മുടിയെല്ലാം അലമ്പാണ് കേട്ടോ, മുടിയെല്ലാം ഒന്ന് കെട്ടി വെക്കണം. രാവിലെ എണീറ്റ കോലാണ്. പിന്നെ അപ്പോൾ ഏർക്കാടിലെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. ഏർക്കാടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ട്. പോകുന്ന വഴികളും ഹെയർ പിന്നുകളെല്ലാം കുറച്ച് അടിപൊളിയായിരുന്നു അന്ന് പോയ സമയത്ത്. അപ്പം ഇന്നെന്താ അവസ്ഥ അറിയില്ല, പോയി നോക്കട്ടെ. ഹെയർ പിന്നിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ പോകുന്ന സീസൺ പോലെ ഇരിക്കും കാഴ്ചകൾ. എന്തായാലും ഏർക്കാടിലെ കാഴ്ചകളാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. എമ്മാതിരി കോട കേട്ടാ, ഒരു രക്ഷയില്ലാത്ത കോട. എന്താ മുകളിലത്തെ എല്ലാ ലൈറ്റിലും ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും കാണുന്നുണ്ടോ? വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെങ്കിലും മനസ്സിലാകട്ടെ വെച്ചിട്ട് ഇട്ടതാ. നല്ല കിടലം പോലത്തെ കോട. എൻ്റെ എനിക്ക് വയ്യ. വലിയൊരു തെങ്ങുംതൊപ്പും പരിപാടിയൊക്കെയാണ്. ഇവിടെ എന്താ പറയുക, വീടുകൾ കുറവാണ്, അത്യാവശ്യം കുറേ കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. രാവിലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം മിക്കവാറും ഇതുപോലെ വല്ല കാട്ടിലൊക്കെ ആയിരിക്കും. ഇവിടെ ഇതൊരു ശ്മശാനമുണ്ട് ഇവിടുത്തെ. ഞാൻ ആ ഒരു വഴി പോയിട്ട് വന്നതാണ്. ഇപ്പം യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ബുദ്ധിമുട്ട് വരുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഒന്ന് പെട്ടെന്ന് ഫ്രഷ് ആണെന്ന് ടോയ്ലറ്റിലൊക്കെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്രോൾ പമ്പൊക്കെ എങ്ങനെ അടുത്ത് കിട്ടണമെന്നില്ല. പിന്നെ നമുക്കൊരു വീട്ടിലൊന്നും കയറി പോയി ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വണ്ടിക്ക് കുറച്ച് സ്റ്റിക്കർ പണി കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഞാനൊന്നും ഇതുവരെ ഒട്ടിച്ചിട്ടില്ല, ഒരു പേര് പോലും ഒട്ടിച്ചിട്ടില്ല, ഒരു ഫാസ്റ്റാഗോ ഒന്നും ഒട്ടിച്ചിട്ടില്ല. വണ്ടി വാങ്ങിയൊരു കണ്ടീഷനിൽ തന്നെ ബാക്കി മെയിൻ്റനൻസ് ബാക്കി ചെയ്തു, ലിഫ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്ത്യേൻ്റെ ഫുള്ളൊരു സംസ്ഥാനങ്ങളെ ഒരു സംഭവം ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു ബോണറ്റിൽ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു തീം അടിക്കണം എന്നുണ്ട്. നോക്കാം, ഈ മാസം എങ്ങനെയെങ്കിലും ചെയ്യണം. സേലത്തിലെ ഓരോ ഗ്രാമങ്ങളിലേക്ക് കൂടിയുള്ള കാഴ്ചകളാട്ടോ. രാവിലെ നേരം വെളുത്തതാ ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ.
നമ്മളിതാ ഹെയർ കാർഡില് ഹെയർ പിന്ന് കയറാൻ വേണ്ടി പോവാണ്. ഓൾറെഡി സ്ഥലത്ത് കാണുന്ന ഹിൽ സ്റ്റേഷനാണ്. നമുക്ക് ഇതാ മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ. ഇനിയൊരു 24 കിലോമീറ്റർ ഈ കാട്ടിലേക്ക് കൂടി നമുക്ക് ഹെയർ പിന്ന് കയറി മുകളിലെത്തണം. അടിപൊളി തെങ്ങ് തോപ്പുകൾ കാണാം. ഹെയർപിൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ വെള്ളച്ചാട്ടം പോലെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിലും വെള്ളമില്ല. വെള്ളം എവിടെ ഇല്ല. മഴയെല്ലാം ഏകദേശം കഴിഞ്ഞോണ്ട് എവിടെയും വെള്ളമില്ല. അതാണ് അവസ്ഥ. എന്നാലും ജസ്റ്റ് കയറി നോക്കാം. ഇക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ നല്ല മഴയായിരുന്നു. ടെന്റ് കുറച്ച് നനഞ്ഞു. നമ്മൾ കവർ ഇടാണ്ട കിടന്നുറങ്ങിയത് ചൂടായിട്ട്. പക്ഷെ പെട്ടെന്ന് രാത്രി മഴ പെയ്ത് ഫുള്ള് നനഞ്ഞ് അതൊന്ന് ഉണങ്ങാനിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചായ വെക്കാണ്. ഒരു കട്ടൻ വെക്കുന്നുണ്ട്. പിന്നെ മറ്റേ മധുരക്കിഴങ്ങ് വാങ്ങി കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് കഴിക്കാൻ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ്. കട്ടൻ ചായ അതൊന്നും മിസ്സില്ല. നീ ഞാനിട്ട് കുടിച്ചോ. കട്ടൻ ചായ കുടിയോ? കട്ടൻ ചായ കുടി രാവിലെ. ബിസ്ക്കറ്റ് ഉണ്ട് കുറച്ച്. അത് കൂടാണ്ട് നമ്മൾ മധുരക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെന്തില്ല കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ കൂട്ടി കഴിക്കാം. നമ്മളെ ചക്കരക്കിഴങ്ങതാ വെന്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അതും കട്ടൻ ചായ ആയിരുന്നു. എന്തായാലും കഴിക്കട്ടെ. നമ്മളിതാ ഏർക്കാടിൻ്റെ കൂടെ അടുത്തെത്തി കേട്ടോ. ഏർക്കാട് ലെഫ്റ്റിലേക്കാണ്. ജസ്റ്റ് ഒരു ജംഗ്ഷനാണ് കേട്ടോ. റൈറ്റിലേക്ക് കുറച്ച് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഇത് കുറച്ച് ഫോറസ്റ്റ് കാര്യങ്ങളാണ് കേട്ടോ. ആനിമൽസിനൊന്നും കണ്ടില്ല. കാട്ടുപോതൊക്കെ ഉണ്ടാവുമായിരിക്കണം. ഹെയർ പിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കോവിലുണ്ട്. കരിയന്മാരുടെ കോയിലോ. പഴയ ഒരു അമ്പലം കേട്ടോ. പഴയ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. നമ്മളെ ജസ്റ്റ് ഇവിടെ സൈഡാക്കി. ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇത് ഫുള്ള് തേക്കുമരമാണ്. തേക്കുമരവും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്. ആണ് ഒരു പഴയ അമ്പലം. തമിഴ്നാട്ടിലെ എല്ലാ അമ്പലങ്ങളും ഏകദേശം ഇതേ ഒരു സ്ട്രക്ചറായിരിക്കും. ഗോപുരങ്ങൾ കാര്യങ്ങളൊക്കെ. വാഹന പൂജ ഒരുവിധം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ വാഹന പൂജ എല്ലാവരും വണ്ടി റോഡിൽ വെക്കും. അയാൾ വന്നതിനൊന്ന് പൂജിക്കും. കിട്ടുന്നതായല്ലോ. അപ്പം ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ കംപ്ലീറ്റ് കാപ്പിക്കുരു കേട്ടോ. കാപ്പിക്കുരുവിൻ്റെ തോട്ടങ്ങളാണ് ഫുള്ള്. കാപ്പിത്തോട്ടം, കുരുമുളക്, ഇതാണ് മെയിൻ ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത്. മാരത്തോൺ ഒന്നും നടക്കുന്നില്ല കേട്ടോ. ആൾക്കാർ ഓടുന്നുണ്ട്. ഓ, വലത്തെ സൈഡ് ഫുള്ള് ഇതാ കുരുമുളക്, ഇടത്തെ സൈഡ് ഇത് ഫുള്ള് ഇതാ കാപ്പിക്കുരു. നല്ല തണുപ്പ്, നല്ല പ്രദേശം കേട്ടോ. നമ്മള് ഇതെവിടെ എത്തി കേട്ടോ. ഇവിടെ നമുക്കൊരു പട്ടുനൂല് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമൊക്കെ കാണാനുണ്ട്. പിന്നെയുള്ള കുറച്ച് വ്യൂ പോയിന്റ്സ് ആണ്. എന്തായാലും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 രൂപ, അല്ലെങ്കിൽ അത് അവിടെ കയറി നിന്ന് കാണാം കേട്ടോ. കുറേ വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ട് ഇവിടുന്ന് എടുത്തൊരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് എവിടെയോ.
ഒന്നും കാണുന്നില്ല, ഫുള്ള് കോടയാണ്. നമ്മളെ നാട്ടിലെല്ലാം പണ്ട് കണ്ടുകൊണ്ടിരുന്ന സാധനമാണ്, മരത്തിലെല്ലാം. ഇപ്പൊ കാണാറില്ല. മറ്റേ ചെറിയ നെല്ലിക്ക ഉണ്ട്. ഇവിടെ മറ്റേ സിൽക്ക് ഫാക്ടറി കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 50 രൂപ വെച്ച് ഈടാക്കുന്നുണ്ട്. ഇവിടെയും ഞാൻ പണ്ട് ബൈക്കും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, കുറേ വർഷമായി, അതുകൊണ്ടിപ്പോൾ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ വഴിയെല്ലാം കാണുമ്പോൾ കറക്റ്റ് ഓർമ്മ വന്നു ബൈക്ക് കൊണ്ട് വന്നതല്ല. നമ്മൾ സിൽക്ക് വേൾഡ് എത്തി. ഇവിടുന്ന് എങ്ങനെയാണ് നമ്മളെ സിൽക്ക് പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ. ഇവിടെ ഒരു 30 റുപ്പീസ് വെച്ചിട്ട് ടിക്കറ്റ് ചാർജ് ഉണ്ട്, എൻട്രി ഫീ. അകത്ത് കയറി നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല കൊക്കൂൺ ടു സിൽക്ക് എങ്ങനെയാണ് പ്രോസസ്സിങ് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കയറി നോക്കാം. ഇവിടെ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ കേട്ടോ. ഫുള്ള് ഇതിൻ്റെ ലൈഫ് സൈക്കിളാണ്. എറിയുടെ ലൈഫ് സൈക്കിള്. ഇത് മൾബറിൻ്റെ കട്ടിങ് സെറ്റാണ്. അതൊരു ജസ്റ്റ് ഡെമോ വെച്ചാണ്. ഓരോ ദിവസം കൂടുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച എന്നുള്ളതാണ് ഇത് കാണാൻ പറ്റുന്നത് കേട്ടോ. വേംസിൻ്റെ ഓരോന്നും വളർന്ന് എത്ര ദിവസം കൊണ്ട് ആകുന്നുള്ളതിൻ്റെ ഒരു സൈക്കിളായത്. ഒരു 16 ദിവസമൊക്കെ ആകുമ്പോൾ ഇതാ ഈ ഒരു സൈസിലെത്തും. 17, 18 ടോട്ടൽ 24 ദിവസമാകുമ്പോൾ ഇത്രയും മാസമല്ല, സോറി, ദിവസമല്ല, 24 ദിവസം കൊണ്ട് ഇത്ര വലുപ്പം ഉണ്ടാവും കേട്ടോ. ഇതാ കേട്ടോ, ഒറിജിനൽ പെട്ടെന്നൊരു പുഴുവാണ്. മൾബറി ലീവ്സ് തിന്നുന്നത് ജസ്റ്റ് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടി ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഇതാ മുട്ടയ്ക്കിട്ട് ഈ ഒരു രൂപത്തിലാവും. അതിന് നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടാണ് ശരിക്കുള്ള സാധനം ഉണ്ടാക്കുന്നത്. ഇതാണ് കൊക്കൂൺസ് കേട്ടോ. ഇത് ലാസ്റ്റ് അത് പറവയെ മാറുന്നതാണ് സിൽക്ക് മോത്ത്. ഇത് ലാസ്റ്റ് പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പട്ട് നൂല് കേട്ടോ. സാരി, പട്ട് സാരിയാണിത്, ഇതുപോലെ ഉണ്ടാക്കിയത്. അടിപൊളി കേട്ടോ. വേറെ ടൈപ്പ് സിൽക്ക് വേം കേട്ടോ, എറി എന്ന് പറഞ്ഞ ടൈപ്പ്. അതിൻ്റെ ലൈഫ് സൈക്കിളാണ്. ഓരോ ദിവസം കൂടുമ്പോഴും എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് കാണിക്കുന്നതാണ്. 7, 8, 9 ഇങ്ങനെ പോയി ഏകദേശം 19 ദിവസമാകുമ്പോഴത്തേന് വലിയൊരു സൈസായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ വണ്ടിൻ്റെ രൂപത്തിലാവും. പിന്നെ ഒരു ചിത്രശലഭം പ്യൂർ. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ കൊക്കൂണിന് സിൽക്ക് ഉണ്ടാക്കുന്നതിലുള്ള പ്രോസസ്സ് ചെയ്യാനുള്ള നമ്മുടെ മെഷീൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് കാണാൻ പറ്റും.
പല പല സ്റ്റെപ്സുകളാണ് കേട്ടോ അത്. വൈൻഡിങ്, ഡബിളിങ്, ട്വിസ്റ്റിങ്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ ടൈപ്പ് മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. ഒരു വേവിങ് ഹാൻഡ്ലൂമിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പട്ടുസാരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സും പണ്ടത്തെ ടൈപ്പ് കൈ കൊണ്ടിങ്ങനെ അനക്കി ആക്കുന്നില്ലേ, ആ ഒരു പഴയ മെഷീൻ കേട്ടോ, മരം കൊണ്ടുള്ള ഒരു ഇൻഫിനിറ്റ് വെല്ലുണ്ട് കേട്ടോ. എനിക്കൊന്നും തോന്നുന്നില്ല. ഒരു ഗ്രാവിറ്റി വെല്ലുണ്ട് കേട്ടോ. ഗ്രാവിറ്റിയെ പറ്റിയിട്ട് സെൻറ്ററിലേക്ക് എന്തായാലും വരും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. പിന്നുള്ളത് പൈതഗോറസ് തിയറത്തിൻ്റെ ഒരു സംഭവമാണുള്ളത് കേട്ടോ. നൈസ്. ഒരു 3D കേട്ടോ. ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ പിന്നെ ലാസ്റ്റ് കാണാനുള്ളത് ഇവിടെ ഒരു വിർച്വൽ റിയാലിറ്റീൻ്റെ ഒരു ജസ്റ്റ് ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതിന് ജസ്റ്റ് എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അത് മെയിൻലി കുട്ടികൾക്കൊക്കെ അടിപൊളിയായിരിക്കും. ഞാനതല്ല നോക്കി, അത്യാവശ്യം ഓഫ് റോഡ് കയറി മുകളിലോട്ട് പോകാൻ വഴിയുണ്ട്, പക്ഷെ ഇവർ സമ്മതിക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ തിരിച്ച് കോയമ്പത്തൂർ പോവാണ്. വേറെ ഏരിയ ഒന്നും പോകുന്നില്ല, ടൈമില്ല. രാത്രി ഇവൻ്റെ ട്രെയിൻ എത്തുമ്പോഴത്തേന് അവിടെ തിരിച്ച് എത്തേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഏർക്കാട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഒരു വൺ ഡേ ട്രിപ്പൊക്കെ അടിക്കാൻ. അപ്പോൾ എല്ലാവരും അടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏർക്കാടും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. അപ്പോൾ ബൈ, താങ്ക് യു.